Which of the following are zero divisors of Z15? Options are 2, 4, 6 and 8. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമുക്ക് Z15 എന്താണെന്നോ സീറോ ഡിവൈസേഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി Z15നെ പറ്റി പറയണതിന് പകരം ഞാൻ തൽക്കാലം Z6 എടുക്കുകയാണ്. Z6 എന്ന് വെച്ച് കഴിഞ്ഞാല് സെറ്റ് 0, 1, 2, 3, 4, 5. അതായത് സീറോയിൽ നിന്ന് തുടങ്ങണം. സീറോയിൽ നിന്ന് തുടങ്ങിയിട്ട് 6ന് തൊട്ട് മുൻപ് അവസാനിക്കുന്ന ഇന്റീജേഴ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ Z6 എന്ന് വിളിക്കുന്നത്. Z4 എന്ന് വെച്ചാൽ എന്തായിരിക്കും? Z4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സീറോയിൽ തുടങ്ങണം. 0, 1, 2, 3, അടുത്തത് 4 ആണ്. 4ന് തൊട്ട് മുൻപ് അവസാനിക്കുന്നത്. ഇനി നമ്മൾ സാധാരണ ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യുന്ന പോലെ ഇവിടെ Z6 നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന അഡീഷൻ എന്ന് പറയുന്നത് അഡീഷൻ മോഡുലോ 6 ആണ്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 6 ആണ്. അതായത് അഡീഷൻ മോഡുലോ 6 മീൻസ് ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. 3ഉം 4ഉം എടുക്കണം. 3 അഡീഷൻ മോഡുലോ 6 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 + 4 കൺസിഡർ ചെയ്യണം. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് Z6 ആണെങ്കിൽ അവിടെ എടുക്കേണ്ട പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷൻ മോഡുലോ 6 ആണ്. അവിടുത്തെ പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു 3 അഡീഷൻ മോഡുലോ 6 4. ചെയ്യേണ്ടത് റിമൈൻഡർ ഒബ്റ്റെയിൻ when 3 + 4 is divided by 6. 3 + 4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7. 7 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോഴത്തേക്ക് എത്ര റിമൈൻഡർ കിട്ടുന്നത്? 7 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഈക്വൽ ടു 1. മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇപ്പോൾ ഞാൻ 3ഉം 4ഉം എടുക്കുകയാണ്. 3 × 4 സാധാരണ രീതിയിൽ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് Z6 ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 6 ആണ്. ദാറ്റ് ഈസ് ദിസ് ഈസ് ആക്ച്വലി മീൻസ് 3 മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 6 4. ചെയ്യേണ്ട രീതി ഇതാണ്. റിമൈൻഡർ ഒബ്റ്റെയിൻ when 3 × 4 is divided by 6. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാനൊന്നും പാടില്ല. 3 × 4 ചെയ്യുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണോ അതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. 3 × 4 എത്രയാണ്? 4 3 12. When 12 is divided by 6 നമുക്ക് എത്ര കിട്ടുന്നത്? റിമൈൻഡർ ഒബ്റ്റെയിൻ ചെയ്യേണ്ടത് 0 ആണ്. സോ ഹിയർ ഇറ്റ് ഈസ് 0. ശ്രദ്ധിക്കേണ്ട ഇതാണ്. ഇതിവിടെ തമ്മിൽ 6ഉം 4ഉം അല്ലെങ്കിൽ 6ഉം 3ഉം തമ്മിലൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. അതൊന്നും ക്യാൻസൽ ചെയ്ത് കളയാൻ പാടില്ല. നോക്കേണ്ടത് റിമൈൻഡർ 3 × 4 ചെയ്യണം. 4 മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിനെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ്, റിമൈൻഡർ എന്താണോ അതാണ് ഇവിടെ 3 × 4ന്റെ ആൻസർ ആയിട്ട് വരിക. 3 + 4 എന്ന് വെച്ചാൽ എന്താണ്? അഡീഷൻ മോഡുലോ 6 ആണ് വരുന്നത്. ചെയ്യേണ്ടത് 3 + 4 ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണോ അതായിരിക്കും ഇവിടുത്തെ ആൻസർ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ Z15 ആണ്. Z15 അഡീഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? Z15 അഡീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷൻ മോഡുലോ 15 ആണ്. അതായത് Z15 കേസിൽ A + B മീൻസ് A അഡീഷൻ മോഡുലോ 15B ആണ്. എന്താ ചെയ്യേണ്ടത്? A + B ചെയ്യണം. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണോ അതിനെ ഡിവൈഡഡ് ബൈ 15 ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? Z15 മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 15 ആണ്. അതായത് A × B എന്ന് വെച്ച് കഴിഞ്ഞാൽ Z15 ഇറ്റ് മീൻസ് A മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 15B ആണ്. ചെയ്യേണ്ടത് A × B ചെയ്യണം. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ആൻസറിനെ 15 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണോ അതായിരിക്കും നമ്മളുടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഇനി സീറോ ഡിവൈസേഴ്സ്. സീറോ ഡിവൈസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് x × y = 0 എന്ന് എഴുതി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാൻ തന്നെ either x = 0 or y = 0. പക്ഷേ ഇത് ശരിയാവുന്നത് സീറോ ഡിവൈസേഴ്സ് ഇല്ലാത്ത സെറ്റിൽ മാത്രമേ ഇത് ശരിയാകത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ Z6 തന്നെ എടുക്കുവാണ്.
Z6ന്റെ ഉള്ളില് ഞാൻ രണ്ട് എലമെന്റ്സ് കൺസിഡർ ചെയ്യണം, 2ഉം 3ഉം. 2 into 3 എന്താണ് ഇവിടെ? Z6ന്റെ കേസിൽ ഇൻഡു എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡു മീൻസ് 2 മൾട്ടിപ്ലിക്കേഷൻ മോഡ് ഓഫ് 3 6. അതായത് എന്താ ചെയ്യേണ്ടത്? റിമൈൻഡർ ഒബ്റ്റെയിൻ when 2 into 3 is divided by 6. ഓക്കെ, അപ്പൊ 2 into 3 ചെയ്യുമ്പോൾ എന്താ ആൻസർ കിട്ടുന്നത്? 2 into 3 ചെയ്യുമ്പോൾ 6 കിട്ടും. 6നെ 6 വെച്ച് തന്നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ ഒബ്റ്റെയിൻ ചെയ്യണത് 0 ആണ്. അപ്പൊ ഇവിടെ Z6ന്റെ കേസിൽ 2 into 3 എന്ന് വെച്ചാൽ എന്താണ്? 0 ആണ്. അപ്പോ എല്ലാ സെറ്റിനകത്തും നമ്മൾക്ക് x into y equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ either x equal to 0 or y equal to 0 എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. നമ്മൾ എടുക്കുന്ന സെറ്റിനെ അതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ എല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇവിടെ ഈ കേസിൽ തന്നെ 2 into 3 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ആൻസർ കിട്ടണം? എന്താണ്? 0 ആൻസർ കിട്ടും. പക്ഷെ 2ഉം 0 അല്ല, 3ഉം 0 അല്ല. ഇതേപോലെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ 0 ഡിവൈസേഴ്സ് എന്ന് പറയുന്നത്. അതായത് രണ്ട് നമ്പേഴ്സ് എടുക്കാം, എയും ബിയും എടുക്കാം. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് തൽക്കാലം ഞാൻ ആറിന് എടുക്കുകയാണ്. സെറ്റ് ഒരു റിങ്ങിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ആർ. അതിനകത്ത് എ നോട്ട് ഈക്വൽ ടു 0, ബി നോട്ട് ഈക്വൽ ടു 0. അതായത് രണ്ട് നോൺ സീറോ നമ്പേഴ്സ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0 കിട്ടുവാണെങ്കിൽ നമ്മൾ ആ നമ്പേഴ്സിനെ വിളിക്കുന്നതാണ് 0 ഡിവൈസേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇവിടെ ഈ കേസിൽ 2ഉം 0 അല്ല, 3ഉം 0 അല്ല. പക്ഷെ ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ആൻസർ 0 കിട്ടും. വിച്ച് മീൻസ് 2ഉം 3ഉം Z6ലെ 0 ഡിവൈസേഴ്സ് ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? Z15ലെ 0 ഡിവൈസേഴ്സിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Z15ലെ 0 ഡിവൈസേഴ്സിനെ കണ്ടുപിടിക്കണം. Z15ന്റെ കളക്ഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ഇനി 0 ഡിവൈസേഴ്സിനെ കണ്ടുപിടിക്കാൻ വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് രണ്ട് എലമെന്റ് ഇൻ Z15 വേണം. എയും ബിയും 0 ആവാൻ പാടില്ല. സച്ച് ദാറ്റ് എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. എ ഇൻറ്റു ബി മീൻസ് ഇൻറ്റു എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? മൾട്ടിപ്ലിക്കേഷൻ മോഡിലോ 15 ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി മൾട്ടിപ്ലിക്കേഷൻ മോഡിലോ 15 എന്ന് വെച്ചാൽ എന്താണ്? എ മൾട്ടിപ്ലിക്കേഷൻ മോഡിലോ 15 ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൈൻഡർ ഒബ്റ്റെയിൻ വെൻ എ ഇൻറ്റു ബി ഇസ് ഡിവൈഡഡ് ബൈ 15 ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു നമ്പറിനെ ഡിവൈഡഡ് ബൈ 15 ചെയ്യുമ്പോൾ 0 കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ എന്തായിരിക്കണം? 15ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണ്ടേ? അതായത് നമുക്ക് എന്താണ് കൺക്ലൂഡ് ചെയ്യാം? എ ഇൻറ്റു ബി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 15 ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ Z15ലെ 0 ഡിവൈസേഴ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. 0 ഡിവൈസേഴ്സിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. രണ്ട് നോൺ സീറോ എലമെന്റ്സ് എടുത്ത് Z15ലെ രണ്ട് നോൺ സീറോ എലമെന്റ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആൻസർ 0 കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പേഴ്സിന് ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? 0 ഡിവൈസേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ Z15ൽ മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ മോഡ് ഓഫ് 15 ആണ് ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ മോഡ് ഓഫ് 15 എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൈൻഡർ ഒബ്റ്റെയിൻ എ ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ 15. ആൻസർ എന്ത് കിട്ടണം? 0 കിട്ടണം. അതായത് 15 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് നമ്പറിനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ് 15 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? 0 ഡിവൈസേഴ്സ് ഓഫ് Z15 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇക്വലന്റ് ടു സേ ദാറ്റ് എ ഇൻറ്റു Z15ലെ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു 15ഓ അല്ലെങ്കിൽ 15ന്റെ മൾട്ടിപ്പിൾസോ കിട്ടുമോ ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാൻ പോകണം മൾട്ടിപ്പിൾ ഓഫ് 15 കിട്ടുമെന്നല്ലേ. 15 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 15 തന്നെ മൾട്ടിപ്പിൾ ഓഫ് 15 ആണ്. ഈ 15നെ ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. അതിനാണ് നമുക്ക് 1 ഇൻറ്റു 15 എഴുതാൻ പറ്റും. പക്ഷെ ഒന്ന് ചെക്ക് ചെയ്തേ, നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? Z15ലെ രണ്ട് എലമെന്റ്സ് എടുക്കണം. എയും ബി എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് 15ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിലാണ് നമ്മൾ എനെയും ബിനെയും 0 ഡിവൈസേഴ്സ് വിളിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു 1 ഓക്കെ, 1 എന്ന് പറയുന്നത് Z15ലെ ഒരു എലമെന്റ് ആണ്. പക്ഷെ 15 എന്ന് പറയുന്നത് Z15ലെ എലമെന്റ് ആണോ? അല്ല. അപ്പൊ നമുക്ക് ഈ 1നെ എന്തായിട്ട് പറയാൻ പറ്റില്ല? 1നെ 0 ഡിവൈസേഴ്സ് പറയാൻ പറ്റില്ല.
ഡിവൈസറിനെ ഇത് വെച്ച് തൽക്കാലം പറയാൻ പറ്റില്ല. അപ്പൊ അടുത്ത ഫാക്ടറൈസേഷൻ നോക്കുക. 5 ഈക്വൽ ടു 3 ഇൻറ്റു 5 എന്ന് എഴുതാൻ പറ്റും. നമ്മൾ ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം ശരിയാകുന്നുണ്ട് ഇവിടെ. 3ഉം 5ഉം Z15 എലമെന്റ്സ് അല്ലേ? 3ഉം 5ഉം Z15 എലമെന്റ്സ് ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? മൾട്ടിപ്പിൾ ഓഫ് 15 കിട്ടി. സോ 3ഉം 5ഉം നമുക്ക് എന്തെന്ന് പറയാം? 3ഉം 5 3 and 5 are 0 divisors of Z15. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിന്റെ കൂട്ടത്തിൽ 3ഉം 5ഉം ഇല്ല. 15നെ വേറെ രീതിയിലും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ അടുത്ത മൾട്ടിപ്പിളിലേക്ക് കടക്കുവാണ്. 13നെ നേരത്തെ പറഞ്ഞ പോലെ 1 ഇൻറ്റു 13 എഴുതാം. പക്ഷെ ഈ 3 എന്ന് പറയുന്നത് എവിടെ ഇല്ല? 13 എന്ന് പറയുന്നത് 13 Z15 എലമെന്റ് അല്ല. അപ്പൊ നമുക്ക് ആ ഫാക്ടറൈസേഷൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ വേറെ രീതിയിൽ എഴുതാൻ പോവാണ്. 13നെ 6 ഇൻറ്റു 5 എന്ന് എഴുതാം. നമുക്ക് 6 5 30 ആണ്. 6ഉം 5ഉം ഇതിന്റെ എലമെന്റ്സ് ആണ്. 6ഉം 5ഉം Z15 എലമെന്റ്സ് ആണ്. പക്ഷെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? മൾട്ടിപ്പിൾ ഓഫ് 15 കിട്ടും. സോ നമുക്ക് എന്തെന്ന് പറയാം? 6ഉം 5ഉം 0 ഡിവൈസേഴ്സ് ഓഫ് Z15 ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിന്റെ ഉള്ളിൽ 6 ഉണ്ട്. സോ വി ചൂസ് ഓപ്ഷൻ സി. Which of the following are irreducible polynomial in Z3 of x? അതിനാൽ നമുക്ക് Z3 of x എന്താണെന്നും irreducible polynomial എന്ന് വെച്ചാൽ എന്താണെന്ന് ചെക്ക് ചെയ്യാം. Z3 of x എന്ന് വെച്ച് കഴിഞ്ഞാൽ Z3 എന്ന് വെച്ചാൽ എന്താണ്? Z3 means Z0 1 2 3ക്ക് തൊട്ട് മുൻപേ എഴുതണം. ഓക്കെ, ഇതാണ് Z3 എന്ന് പറയുന്നത്. ഇനി Z3 of x എന്ന് വെച്ച് കഴിഞ്ഞാൽ set of all polynomials in which the coefficients are from Z3. അതായത് കോഎഫിഷ്യൻസ് എന്തൊക്കെ വരാം? ഏത് പോളിനോമിയൽ ആണെങ്കിലും ആവാം. പക്ഷെ അതിനകത്ത് ആ പോളിനോമിയലിന്റെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 ആയിരിക്കണം. അങ്ങനെയുള്ള പോളിനോമിയൽസിന്റെ എല്ലാം കൂടെയുള്ള കളക്ഷനെയാണ് നമ്മൾ Z3 of x എന്ന് വിളിക്കുന്നത്. ഇനി ആ പോളിനോമിയൽസിന്റെ കൂട്ടത്തിൽ ഇറഡ്യൂസിബിൾ പോളിനോമിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിനെ പിന്നെ അതിലും കാട്ടി ചെറിയ പോളിനോമിയൽസിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റരുത്. ഫോർ എക്സാമ്പിൾ, ഞാൻ പോളിനോമിയൽ കൺസിഡർ ചെയ്യാണ്. x² - 2 എന്നൊരു പോളിനോമിയൽ കൺസിഡർ ചെയ്തു. ഞാൻ കൺസിഡർ ചെയ്യുന്ന ആദ്യം ഞാൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് R കൺസിഡർ ചെയ്യാണ്. ഇതിനകത്ത് ഈ പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ പറ്റുമോ? പറ്റും. എങ്ങനെ എഴുതാൻ പറ്റും? x - √2 ഇൻറ്റു x പ്ലസ് √2 എന്ന് ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ പറ്റും. ഇതിനകത്ത് കോഎഫിഷ്യൻസ് 1 അല്ലെങ്കിൽ -√2 1 പ്ലസ് √2 ഈ കോഎഫിഷ്യൻസ് എല്ലാം ഇവിടുത്തെ നമ്പേഴ്സ് ആണ്, ആറിലെ നമ്പേഴ്സ് ആണ്. ആൻഡ് നമുക്ക് ഇതിനെ റെഡ്യൂസ് ചെയ്ത് ഇവിടെ ഡിഗ്രി 2 ആണ്. 2-നെക്കാട്ടി ചെറിയ പവറുള്ള പോളിനോമിയൽസിന്റെ ചെറിയ ഡിഗ്രി ഉള്ള പോളിനോമിയൽസ് ഫാക്ടേഴ്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്ത് എഴുതാൻ പറ്റും. സോ ദിസ് ഇസ് നോട്ട് an irreducible polynomial in R. Irreducible polynomial R-ലെന്ത് irreducible polynomial അല്ല. ഇനി ഞാൻ R-നെ മാറ്റി സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് Q ആക്കാൻ പോവാണ്. Qന്റെ കേസിൽ ഇത് ശരിയാണോ? x² - 2 നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം? x - √2 ഇൻറ്റു x പ്ലസ് √2 എന്ന് ഫാക്ടറൈസ് ചെയ്ത് എഴുതാം. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ഈ √2 എന്ന് പറയുന്നത് ക്യൂവിലെ എലമെന്റ്സ് അല്ല. അപ്പൊ ക്യൂവിൽ നിന്നുകൊണ്ട് നമുക്ക്, അതായത് ക്യൂവിലത്തെ എലമെന്റ്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് x² - 2
എന്ന് പറയുന്ന പോളിനോമിയലിനെ ഇതുപോലെ റെഡ്യൂസ് ചെയ്ത് ഇതുപോലത്തെ ഫാക്ടേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. സോ എക്സ് സ്ക്വയർ മൈനസ് 2 is irreducible in Q. അപ്പൊ നമുക്കൊരു പോളിനോമിയൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പോളിനോമിയൽ ഇറഡ്യൂസിബിൾ ആണോ അല്ലെങ്കിൽ റെഡ്യൂസിബിൾ ആണോ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റിനനുസരിച്ചിരിക്കും. ഇവിടെ ഇപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് പറഞ്ഞ പോളിനോമിയലാണ് നമ്മൾ രണ്ട് സ്ഥലത്തും കൺസിഡർ ചെയ്തത്. ആറിൽ നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് പറയുന്നത് റെഡ്യൂസിബിൾ ആണ്, അതിന് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ക്യൂവിൽ നിന്നുകൊണ്ട് ആലോചിച്ചു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആണ്. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? Z3 of Xലെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽസ് ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അതിന് നമ്മൾ ഈ റിസൾട്ട് യൂസ് ചെയ്യും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽസിന്റെ എല്ലാം ഡിഗ്രി 3 ആയതുകൊണ്ട് അത് ഇറഡ്യൂസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് പകരം എന്ത് ചെക്ക് ചെയ്താൽ മതി? ഈ പോളിനോമിയൽസിന് Z3 ഒരു റൂട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആദ്യത്തെ പോളിനോമിയൽ തന്നെ എടുക്കാം. എയില് x³ പ്ലസ് 2. ഓക്കെ, അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് ഏതാണ്? Z3 of X ആണ് കൺസിഡർ ചെയ്യണത്. ഇവിടെ Z3 എന്തൊക്കെ എലമെന്റ്സ് ഉണ്ട്? Z3 0, 1, 2 ഇത്ര എലമെന്റ്സ് ആണ് Z3 ഉള്ളത്. അപ്പൊ നമ്മള് ഓരോ എലമെന്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതിന്റെ റൂട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഞാൻ തൽക്കാലം ഇതിന് f of x എടുക്കുവാണ്. f of 0 ഈക്വൽ ടു എന്ത് വരും? 2 വരും. Which is not equal to 0. f of 1 എന്ത് വരും? 1³ plus 2. 1 plus 2 equal to 3. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന സെറ്റ് ഏതാണ്? Z3 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ്. അപ്പൊ Z3ന്റെ ഉള്ളില് അഡീഷൻ എന്ന് വെച്ചാൽ അഡീഷൻ മോഡുലോ 3 ആണ്, മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 3 ആണ്. ഇവിടെ ഈ അഡീഷൻ എന്ന് വെച്ചാൽ എന്താണ്? അഡീഷൻ മോഡുലോ 3 ആണ് ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ആഡ് ചെയ്ത് കിട്ടിയ ആൻസറിനെ എന്ത് ചെയ്യണം? 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ആഡ് ചെയ്തപ്പോ എത്ര ആൻസർ കിട്ടണം? 3 ആൻസർ കിട്ടും. നമ്മൾ ഈ 3നെ എന്ത് ചെയ്യണം? 3നെ 3 വെച്ച് അഡീഷൻ മോഡ് 3 അല്ലേ, അപ്പൊ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 0 അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? 1 എന്ന് പറയുന്നത് ഈ പോളിനോമിയലിന്റെ ഒരു റൂട്ട് ആണെന്ന് പറയാം. സോ ദിസ് പോളിനോമിയൽ ഈസ് നോട്ട് ഇറഡ്യൂസിബിൾ. ഇതേപോലെ തന്നെ അടുത്ത ചെക്ക് ചെയ്യാം. x³ പ്ലസ് 2x പ്ലസ് 1. ഇതിനെ ഞാൻ f of x എന്ന് എടുക്കുവാണ്. f of 0 കണ്ടുപിടിക്കണം, f of 1 കണ്ടുപിടിക്കണം, f of 2 കണ്ടുപിടിക്കണം. ഓക്കെ, ഈ 0, 1, 2 എന്താണ്? 0, 1, 2 എന്ന് പറയുന്നത് Z3-ലത്തെ എലമെന്റ്സ് ആണ്. അപ്പൊ ഈ Z3-ലത്തെ ഏതെങ്കിലും എലമെന്റ്സ് ഇതിന്റെ റൂട്ട് ആയിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എന്ത് വരും? f of 0 എന്ന് പറയുന്നത് 1, which is not equal to 0. f of 1 എന്ന് പറയുന്നത് 4 വരും. 4 എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? 4 divided by 3 ചെയ്യുമ്പോൾ റിമൈൻഡർ ഒബ്റ്റെയിൻ ചെയ്യുന്നത് 1 ആണ്. സോ ദിസ് ഈസ് ഈക്വലന്റ് ടു 1, നോട്ട് ഈക്വൽ ടു 0. f of 2 എന്താണ്? 2³ plus 2 into 2 plus 1. f of 2 എന്ന് പറയുന്നത് 13 കിട്ടും. 13നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് നമുക്ക് റിമൈൻഡർ ഉള്ളത്, which is not equal to 0. ഈ പോളിനോമിയലിന് Z3-ക്കകത്ത് റൂട്ട്സ് ഒന്നും വരാത്തത് കാരണം നമുക്ക് എന്തെന്ന് പറയാം? ദിസ് ഈസ് ആൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ Z3. ബാക്കി ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കുക. Z3-ലത്തെ ഏതെങ്കിലും ഒരു എലമെന്റ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് 0 കിട്ടും. ദാറ്റ് ഈസ് ദേ ആർ റെഡ്യൂസിബിൾ. ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ളത് എടുക്കാം. ഡിഗ്രി ഓഫ് എക്സ്പെൻഷൻ ഓഫ് Q √2 over Q. അതായത് Q എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ആണ്. ഓക്കെ, Qയില് ഇല്ലാത്ത ഒരു എലമെന്റ് ആണ് √2 എന്ന് പറയുന്നത്. √2 എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പർ ആണ്. സോ √2 എന്ന് പറയുന്നത് ക്യൂവിന്റെ ഉള്ളിൽ ഉണ്ടാവില്ല. ഇനി ഈ ക്യൂവിലേക്ക് ഈ √2-നെ കൂടി അറ്റാച്ച് ചെയ്തുകൊണ്ട്
ഉണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ ഫീൽഡിനെയാണ് നമ്മൾ Q ഓഫ് √2 എന്ന് പറയുന്നത്. √2 നമ്മൾ അറ്റാച്ച് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫീൽഡായി മാറാൻ വേണ്ടി √2 മാത്രമായിട്ട് നമുക്ക് ക്യൂവിലേക്ക് കയറ്റാൻ പറ്റില്ല. √2 ഒപ്പം വേറെ കുറെ എലമെന്റ്സും കൂടെയൊക്കെ നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടി ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേറെ കുറെ എലമെന്റ്സ് കൂടി ക്യൂവിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റും. അങ്ങനെ കയറ്റി ഉണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ ഫീൽഡിനെയാണ് ക്യൂവിലേക്ക് √2 അറ്റാച്ച് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഫീൽഡിനെയാണ് നമ്മൾ Q ഓഫ് √2 എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ അതിന്റെ ഡിഗ്രി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. Q ഓഫ് √2 അല്ലേ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. x ഈക്വൽ ടു √2 വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഈ √2 എന്ന് പറയുന്നത് എന്തിലത്തെ എലമെന്റ് അല്ല, ക്യൂവിലത്തെ എലമെന്റ് അല്ല. ക്യൂവിലത്തെ എലമെന്റ്സ് മാത്രം കിട്ടുന്നത് വരെ നമ്മൾ ഇതിനെ പവർ ഒക്കെ ചെയ്ത് ക്യൂവിലത്തെ ഒരു പോളിനോമിയൽ കണ്ടുപിടിക്കും. അതായത് ഇവിടെ നമ്മൾ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും, എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് വരും. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0. ഈ പോളിനോമിയൽ എടുക്കുകയാണെങ്കിൽ ഈ പോളിനോമിയലിന്റെ ഉള്ളില് കോഎഫിഷ്യൻസ് അല്ല എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, ക്യൂവിലത്തെ കോഎഫിഷ്യൻസ് ആണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഇതിന്റെ ഈ ഡിഗ്രിനെയാണ് നമ്മൾ Q ഓഫ് √2 ഓവർ ക്യൂവിന്റെ ഡിഗ്രി ആയിട്ട് പറയുന്നത്. ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എന്താണോ അതായിരിക്കും ഇവിടെ Q ഓഫ് √2 ഓവർ ക്യൂവിന്റെ ഡിഗ്രി ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, Q ഓഫ് √2 ഓവർ ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ Q ഓഫ് √2 എന്ന് വെച്ചാൽ എന്താണ്, ക്യൂവിലേക്ക് √2 അറ്റാച്ച് ചെയ്ത് ഉണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ ഫീൽഡിനെയാണ് നമ്മൾ Q ഓഫ് √2 എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഫീൽഡ് ഉണ്ടാക്കി അതിന്റെ ഡിഗ്രി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, ഏത് എലമെന്റ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്, എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ആ എലമെന്റ് കൊടുക്കണം. എന്നിട്ട് പവർ സ്ക്വയർ ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ക്യൂബ് ചെയ്യാം, അല്ലെങ്കിൽ ഫോർത്ത് പവർ എടുക്കാം. എന്ത് പവർ എടുത്തിട്ടാണെങ്കിലും എടുത്ത് പവേഴ്സ് എടുത്ത് നമുക്ക് എന്ത് കിട്ടണം, ലാസ്റ്റ് ഒരു പോളിനോമിയൽ കിട്ടണം. ആ പോളിനോമിയൽ കോഎഫിഷ്യൻസ് എല്ലാം ഇവിടെ ഈ കിടക്കുന്ന ഏത് സെറ്റിലേക്കാണോ നമ്മൾ ആ എലമെന്റ് അറ്റാച്ച് ചെയ്യുന്നത്, ക്യൂയിലേക്കാണ് നമ്മൾ √2 അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ ക്യൂയിലത്തെ എലമെന്റ്സ് മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന പോളിനോമിയൽ കിട്ടുന്നത് വരെ നമ്മൾ പവർ ചെയ്യണം. എന്നിട്ട് നമുക്ക് കിട്ടുന്ന പോളിനോമിയൽ ഡിഗ്രി ആയിരിക്കും ഇവിടെ ഡിഗ്രി ഓഫ് എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്, നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് √2 പ്ലസ് √3 ആണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഡിഗ്രി കണ്ടുപിടിക്കാനായിട്ട് എക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 പ്ലസ് √3 എന്ന് എടുക്കുക. അതിനകത്ത് സ്ക്വയർ റൂട്ട് കളയാനായിട്ട് എന്ത് ചെയ്യണം, എക്സിന്റെ സ്ക്വയർ എടുക്കുക. എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 പ്ലസ് √3. ഇനി ഞാൻ 2നെ ഇങ്ങോട്ട് എടുക്കുവാണ്. ഇവിടെ ഇപ്പൊ 2 എന്ന് പറയുന്നത് കോഎഫിഷ്യൻസ് എന്തൊക്കെയായിട്ടുണ്ട്, ഇവിടെ 1 ആണ്. 1 എന്ന് പറയുന്നത് ക്യൂവിലത്തെ എലമെന്റ് ആണ്, 2 എന്ന് പറയുന്നത് ക്യൂവിലത്തെ എലമെന്റ് ആണ്. പക്ഷെ ഈ √3 എന്ന് പറയുന്നത് ക്യൂവിലത്തെ എലമെന്റ് അല്ല. ഈ √3നെ മാറ്റണം. ആ റൂട്ട് കളയാൻ വേണ്ടി ഞാനിവിടെ എക്സ് സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു √3 എടുക്കുവാണ്. ഇനി ഇതൊന്നും കൂടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഒന്നും കൂടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ റൂട്ടും കൂടെ നമുക്ക് പോയിക്കോളും. പിന്നെ ഒന്നും കൂടെ സ്ക്വയർ ചെയ്യുവാണ്. എക്സ് സ്ക്വയർ മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 3. ഇവിടെ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാം. എക്സ് റേസ് ടു 4 മൈനസ്, അതായത് a മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോം ആണ്. a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഫോം വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. 3നെ ഇങ്ങോട്ട് എടുത്തിട്ട് 4 മൈനസ് 3 എന്നാകും, 1 വരും. എക്സ് റേസ് ടു 4 മൈനസ് 4x സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. അതായത് ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എന്താണ്, ഇവിടെ 4 ആണ്. സോ ഇതിന്റെ എക്സ്റ്റൻഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് സ്ക്വയർ ചെയ്തിട്ട് ഈ പോളിനോമിയൽ കണ്ടുപിടിക്കണം എന്നില്ല, ഈ രീതിയിൽ ആലോചിച്ചാലും മതി. ഇവിടെ നമ്മൾക്ക് ഇവിടെ വരെ ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 2 ഈക്വൽ √3 കിട്ടും. ഇനി √3 എന്ന് പറയുന്നത് ക്യൂവിലത്തെ എലമെന്റ് അല്ല, റൂട്ട് കളയാനായിട്ട് നമ്മൾ ഒന്നും കൂടെ സ്ക്വയർ ചെയ്യണം. ഇവിടെ ഈ സ്റ്റെപ്പ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിച്ചാൽ മതി. ഇത് സ്ക്വയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇനി ഇവിടെ കിട്ടാൻ പോകുന്ന കോഎഫിഷ്യൻസ് എല്ലാം ക്യൂവിലുള്ളതായിരിക്കും. ഈ 3 എന്ന് പറയുന്നത് ക്യൂവിലത്തെ എലമെന്റ് ആണ്. ഇനി സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഹയസ്റ്റ് പവർ എന്ത് വരും, 4 വരില്ലേ. ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ് എക്സ്പാൻഡ് ചെയ്ത് ചെക്ക് ചെയ്യണം തന്നെ ഇല്ല, നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് എത്തുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ വരും അതിന്റെ ആ പോളിനോമിയലിന്റെ ഡിഗ്രി എന്തായിരിക്കും എന്നുള്ളത്.
ഇതിപ്പോ എക്സ്പാൻഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും എക്സ് സ്ക്വയർ എക്സ് റേസ് ടു 4 വരും. അപ്പൊ ഡിഗ്രി എന്ന് പറയുന്നത് 4 ആവും. നമുക്ക് ഇവിടെ വെച്ചൊരു ഐഡിയ വരും. അപ്പൊ പോളിനോമിയൽ എന്താണ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് ഈ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം പോളിനോമിയലിന്റെ പവർ ഡിഗ്രി 4 ആയിരിക്കും. സോ ഡിഗ്രി ഓഫ് ദ എക്സ്റ്റൻഷനും 4 ഉണ്ട്. നമുക്ക് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഫൈനൈറ്റ് ഫീൽഡിന്റെ ഓർഡർ അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റിസൾട്ട് യൂസ് ചെയ്യും. ഇവിടെ ഏതൊരു ഫൈനൈറ്റ് ഫീൽഡിന്റെയും ഓർഡർ എന്ന് പറയുന്നത് പ്രൈം പവർ ആയിരിക്കും. ഇവിടെ 3 എന്ന് പറയുന്നത് 3:1, അതായത് ഒരു പ്രൈം പവർ ആണ്. 5 എന്ന് പറയുന്നത് 5:1 പ്രൈം പവർ ആണ്. 25 എന്ന് പറയുന്നത് 5 സ്ക്വയർ ഒരു പ്രൈം നമ്പറിന്റെ പവർ ആണ് വരുന്നത്. പക്ഷെ 50 എന്ന് പറയുന്നത് ഒരു പ്രൈം പവർ അല്ല, 3 × 5 ആണ്. അപ്പൊ 15 ഒരിക്കലും ഒരു ഫീൽഡിന്റെ ഓർഡർ ഫൈനൈറ്റ് ഫീൽഡിന്റെ ഓർഡർ ആയിട്ട് മാറാൻ പറ്റില്ല. സോ വി ചൂസ് ഓപ്ഷൻ സി.